നമ്മൾ ഈ രാജ്യങ്ങൾ ദരിദ്രമായ സെറ്റപ്പുകൾ, ബുദ്ധിമുട്ടുള്ള മനുഷ്യർ എല്ലാവരെയും പറ്റി നമ്മൾ വീഡിയോകൾ കാണും. പല പല സങ്കടകരമായ വാർത്തകൾ. ഒരു മനുഷ്യന് ഇങ്ങനത്തെ ഒരു അവസ്ഥ വരരുത് എന്നൊക്കെ നമ്മൾ ആലോചിക്കും. എല്ലാവരും ശരിയാണ്, സംഭവമൊക്കെ ശരി, എല്ലാവർക്കും തോന്നുന്നുണ്ട്, വിഷമമുണ്ട്. ഞാനിങ്ങനെ ഓരോന്ന് കാണുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുന്നതാണ്. അതുകൊണ്ട് നന്മ. ദിസ് ഈസ് ദ ബെസ്റ്റ് ആക്ട് ഓഫ് കൈൻഡ്നസ് ആൻഡ് ലവ് ടു ദ കിഡ്സ്. ഏതോ ഒരുത്തി സെലിബ്രിറ്റി ആയിരിക്കും, മറ്റേ ഇവിടെ കുറേ പേര് വരത്തില്ലേ, ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് കണ്ടന്റ് അങ്ങ് ആക്കി അവള് കുറച്ച് കാശുണ്ടാക്കി കാണും. ആരിലോട്ടെ എന്ത് ചെയ്തിട്ടാണേലും ഞാൻ ചോദിക്കുന്ന ഒറ്റ ചോദ്യമുള്ളൂ. ഈ പറഞ്ഞ ആളുകൾ ഇന്ത്യയിലും ആഫ്രിക്കയിലും ഒക്കെ ഉള്ള ഈ മയിലുകളോട് ആരോടെങ്കിലും ഒരു ഒറ്റ കൊച്ചിനെ പ്രസവിച്ച് ജീവിക്കാൻ പറഞ്ഞാൽ മയിലുകൾ ചെയ്യുമോ? ഇല്ലല്ലോ. പിന്നെ പാട്ടിന് കിടന്ന് ചാവട്ടെ എന്നല്ല എന്ത് പറയാനാ ഇതിനോടൊക്കെ. അത്രയ്ക്കും പറ്റാത്തവരാണെങ്കിൽ പിന്നെ പാട്ടിന് കിടന്ന് ചാവട്ടെന്ന് ഞാനും പറയത്തു. അത് കുഞ്ഞാണേലും കൊള്ളാം, വലുതാണേലും കൊള്ളാം, എന്ത് സംഭവിച്ചാലും തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. അതെന്നെ പരിപാടിയാ. ഒരു കൊച്ചിനെ ഉണ്ടാക്കാൻ പറഞ്ഞാൽ ഇതിനൊന്ന് കൊണ്ടൊന്നിനും ഒരുത്തരും റെഡിയല്ല. പാട്ടിണിയാന്ന് പറയുകയും ചെയ്യും, പ്രസവിച്ച് കൂട്ടുകയും ചെയ്യും. എല്ലാവരും ദാരിദ്ര്യം മാറും. ഒറ്റ കൊച്ചിനെ ഉണ്ടാക്കാവോ? പ്രശ്നം തീർന്നു. ഇത് 3-4 പിള്ളേരെ പ്രസവിച്ചിട്ടിട്ട് അതിനെല്ലാം കൂടെ കൂലിപ്പണിക്കും വേണ്ടിട്ട് എന്തിനാ ഇവരോട് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അതുകൊണ്ട് അവര് ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ എന്താ പറയണ്ടേ, ഈ പറഞ്ഞ പോലെ പരിണമിച്ച് വന്നതിനകത്ത് ഇങ്ങേറ്റത്തൊരു ഗ്രൂപ്പുണ്ട്. അവരെ കണ്ടറിയാം അവർ ഏറ്റവും അങ്ങേറ്റം പരിണമിച്ചതാണ്. അതായത് ഈ രോമം പോലും രൂപത്തിലൊക്കെ ഭാവത്തിൽ അങ്ങനത്തെ സാധനങ്ങളുള്ളവരുണ്ടല്ലോ, ഒരു എന്താ പറയുക, ഒരു എലീറ്റ് ക്ലാസ് എന്നൊക്കെ പറയുന്ന രീതിയിൽ എത്തിപ്പെട്ട ആൾക്കാർ. അവരവിടെ എത്തുന്നതേ മ്യൂട്ടേറ്റ് ചെയ്ത് എത്തിയതാണ്. ഇതങ്ങനല്ല. ഇവർക്കത് അറിയത്തില്ല, ഇവർ അവിടെ വരെ എത്തിയിട്ടില്ല. ഇവർ പ്രാകൃത മനുഷ്യരാണ്, മനസ്സിലായി? ഇതിനകത്ത് വേറൊന്നും വിചാരിക്കരുത്. നമ്മളെ പലരും പറഞ്ഞ് പറ്റിച്ചേക്കുക. നമ്മളിടയിൽപ്പെട്ട ആൾക്കാരുണ്ട്, ഇതിൻ്റെ താഴോട്ടുണ്ട്, ഇതിൻ്റെ മുകളിലോട്ടുണ്ട്. അവർ കുറച്ചുകൂടി എന്താ പറയണ്ടേ, ജനറ്റിക്കലി മ്യൂട്ടേറ്റഡ് ആണ്. അതുകൊണ്ട് അവർക്ക് കഴിവ് കൂടുതലായിരിക്കും, അവരുടെ കാശുണ്ടാവും, അവരെ കാണാൻ ചിലപ്പോൾ ഭംഗിയുണ്ടാവും. പിന്നെ അതിനും കുറച്ച് താഴോട്ട് ഇറങ്ങിയവന്മാർ ഇങ്ങനെ മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ ജീവിച്ചു പോകും. അതിൽ ഏറ്റവും എന്താ പറയുക മ്യൂട്ടേറ്റഡ് ആവാത്ത ഏതോ ഇച്ചിരി കൂടി മറ്റേ സാധനത്തിൽ നിന്ന് ലിയാൻഡറോ എന്താണ്ടൊക്കെ ഉണ്ടല്ലോ, ഇതിനകത്തൊന്ന് കുറച്ചുകൂടി പരിണമിച്ചിട്ട് മനുഷ്യൻ്റെ ആദ്യത്തെ സ്റ്റേജിലുള്ള ആൾക്കാരാണ് ഇവർ. ഇവരുടെ ബുദ്ധിയും വികസിച്ച് കാണത്തില്ല ചിലപ്പോൾ. അതിൻ്റെ കുഴപ്പം. അതുകൊണ്ടല്ലേ പന്നി പറഞ്ഞ പോലെ പട്ടി പ്രസവിക്കുന്ന പോലെ പ്രസവിച്ച് കൂട്ടുന്നത്. അല്ല, എന്ത് പറയാനാ? ഈ മയിലുകളോട് ആരോടെങ്കിലും ഒന്ന് പറഞ്ഞു നോക്കും നിങ്ങൾ, ഒരു ഒറ്റ കൊച്ചിനെ ഉണ്ടാക്കാൻ. ഇത് നിങ്ങൾ കേൾക്കത്തൊന്നുമില്ല, ഇത് നിങ്ങൾക്ക് അത് മനസ്സിലാകത്തുമില്ല. പിന്നെ ഇവർ പ്രസവിച്ച് കൂട്ടി അവിടെ എവിടെയും ചത്ത് കിടക്കുവോ, പട്ടിണി കിടന്ന് ചാവോ, തമ്മിൽ തല്ലി ചാവോ ചെയ്യുന്നതിന് എന്താ കുഴപ്പം? അല്ല, എന്താ പറയണ്ടേ ഇതിൽ കൂടുതൽ? ഇവിടെ ഉണ്ട്, ഇന്ത്യയിൽ അങ്ങ് പോപ്പുലേഷൻ കൂടിയിട്ട് ദാരിദ്ര്യത്തിൽ കിടക്കുക. എന്നാലും ഈ പറഞ്ഞവനൊക്കെ കൂടെ ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല പലയിടത്തും. അവരെന്നും അടിമകളായിട്ട് ജീവിക്കണം. എന്നാൽ കൊച്ചുങ്ങളെ ഉണ്ടാക്കി കൂട്ടി കൊടുക്കും അടിമപ്പണിക്ക്, മനസ്സിലായി? അടിമകളെ പ്രസവിക്കുക, അതങ്ങ് നിർത്താവോ? പിന്നെ തലമുറ നിർത്തിയിട്ടൊന്നും നേടാനൊന്നും ഇല്ല ഇവിടെ. ഒരിക്കലും തലമുറ നിലനിർത്തുന്ന ചിന്തിക്കരുത്. അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ അങ്ങനെ ഒരു ആശ്വാസമെങ്കിലും ഉണ്ടാകും. കാരണം എൻ്റെ മക്കളൊന്നും ഇവിടെ ഇനിയും വരത്തില്ല, അത്രയേ ഉള്ളൂ. ഞാൻ ആ പരിപാടി നിർത്തി. വേണ്ടിനി ഇവിടെ കിടന്ന് കഷ്ടപ്പെടാൻ എന്നാ കഴപ്പാന്നറിയോ? അത്രയും കഴപ്പില്ല, മനസ്സിലായില്ലേ? കഴപ്പൊക്കെ ആവശ്യത്തിനുണ്ട്, പക്ഷെ അത്രയ്ക്ക് കഴപ്പ് എനിക്കില്ല, മനസ്സിലായി? ആ കഴപ്പ് ഇച്ചിരി കുറച്ചാ, ഇത്തിരി കഴപ്പുണ്ടല്ലോ, ആ അത്തിരി കഴപ്പ് കുറച്ചാ പട്ടിണി വരെ മാറും.